എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരുവിടിലേക്ക് സ്വാഗതം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ വർഷം വിജയശതമാനം കൂടും. വിദ്യാർത്ഥികൾക്ക് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് ഞാൻ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 പബ്ലിക് എക്സാം റിസൾട്ട് 2025 റിസൾട്ട് നാളെ വൈകുന്നേരം 3 മണിക്ക് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ഈ വർഷം വിജയശതമാനം കൂടും. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് +2ൻ്റെ റിസൾട്ട് വന്നപ്പോൾ +2ൻ്റെ വിജയശതമാനം കഴിഞ്ഞ വർഷം 78, ഈ വർഷം 77. വിജയശതമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല വിദ്യാർത്ഥികൾക്കും ടെൻഷനാണ്. ഇപ്പോൾ +2ൻ്റെ എക്സാം നോക്കുമ്പോൾ കെമിസ്ട്രിയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ തോറ്റത്. കാരണം നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ടഫായിരുന്നു എന്നൊക്കെ. +2ൻ്റെ കേസാണ് പറയുന്നത്. അപ്പോൾ +1ൽ വിജയശതമാനം കൂടാനുള്ള സാധ്യത നമ്മൾ പറഞ്ഞിരുന്നു. +2ൽ കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, മാത്സ് പോലുള്ള വിഷയങ്ങളൊക്കെ ഡബിൾ വാല്യുവേഷൻ ഉള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ലിബറൽ വാല്യുവേഷൻ നടത്താൻ പറ്റുകയില്ല. കാരണം ഒരധ്യാപകൻ ലിബറൽ വാല്യുവേഷൻ നടത്തിയാലും മറ്റൊരാൾക്ക് വേണമെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ +1ൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടഫുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതുമാത്രമല്ല +1ൽ ഡബിൾ വാല്യുവേഷൻ ഇല്ല, സിംഗിൾ വാല്യുവേഷൻ മാത്രമാണ് +1ൽ ഉള്ളൂ. അതുകൊണ്ട് കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി പോലുള്ള വിഷയങ്ങൾക്ക്, മാത്സ് പോലുള്ള വിഷയങ്ങൾക്ക് ഡബിൾ വാല്യുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ പല വിദ്യാർത്ഥികൾക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പം ഹ്യൂമാനിറ്റീസ് കേസിലേക്ക് വേണമെങ്കിൽ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ആ വിഷയങ്ങളെല്ലാം +1ലും ഡബിൾ വാല്യുവേഷൻ അല്ല, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ ഹിസ്റ്ററി, പൊളിറ്റിക്സ്, എക്കണോമിക്സ്, ജിയോളജി എന്നീ വിഷയങ്ങളല്ല, ഇംഗ്ലീഷ്, മലയാളം വിഷയങ്ങൾ. പിന്നെ കൊമേഴ്സിലേക്ക് പോവുകയാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് പോലുള്ള എല്ലാ വിഷയങ്ങളും, സ്റ്റാറ്റിസ്റ്റിക്സ്, എക്കണോമിക്സ് പോലുള്ള എല്ലാ വിഷയങ്ങളും സിംഗിൾ വാല്യുവേഷനാണ്. അത് +1 ആയാലും +2 ആയാലും. പിന്നെ കെമിസ്ട്രി, ഫിസിക്സ് പോലുള്ള വിഷയങ്ങളാണ് +2ൽ എത്തുമ്പോൾ ഡബിൾ വാല്യുവേഷൻ വരുന്നത്. പക്ഷേ +1ൽ വിദ്യാർത്ഥികൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ വിഷയത്തിനും തന്നെ സിംഗിൾ വാല്യുവേഷനാണ്. സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് സ്ട്രീമുകളിലെ മുഴുവൻ വിഷയങ്ങളുടെ വാല്യുവേഷനും സിംഗിൾ വാല്യുവേഷനാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് കൃത ഫോർ ദ കരിയർ ഗൈഡ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.